ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. ടെമു എന്നാണ് സൈറ്റിൻ്റെ പേര്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണോ കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ടെമു എന്ന് പറഞ്ഞ സൈറ്റിൽ ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത്. ആ ടെമുവിൽ എന്ന് പറഞ്ഞ സൈറ്റിൽ കുറേ ചീപ്പ് റേറ്റിന് കുറേ സാധനങ്ങൾ കിട്ടുന്ന കാര്യം. അപ്പം അതിനകത്ത് അത് കുറേ സാധനങ്ങൾ ഞാൻ ചിലർ പറഞ്ഞു ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഓൺലൈൻ പർച്ചേസ് നടത്തുന്നുണ്ട്. നമ്മളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ഫേക്കായിട്ട് ആൾക്കാരാണെങ്കിൽ അതൊന്ന് പൈസ അടിച്ച് മാറ്റുന്നുണ്ടെന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ മിനിമം എമൗണ്ട് അതിനകത്ത് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവൂ, അല്ലെങ്കിൽ ഓൺലൈൻ ചീറ്റിങ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നിട്ട്. അപ്പോൾ എന്തായാലും ഞാനത് ഓർഡർ ചെയ്ത് നോക്കി. നമുക്ക് ഏകദേശം അതിനകത്ത് 96 ദിർഹംസ് ആണ് മിനിമം അതിനകത്ത് വാങ്ങിക്കാം. എന്ന് വെച്ചാൽ ആവറേജ് നമുക്ക് അതിൽ കൂടുതൽ വാങ്ങിക്കാം, പക്ഷെ അതിൽ കുറയാൻ പാടില്ല. അങ്ങനെ അപ്പം ഞാൻ ആദ്യത്തെ ഓർഡർ ചെയ്ത് നോക്കി. എനിക്ക് സാധനങ്ങൾ വന്നു. സാധനങ്ങൾ വന്നത് വെച്ച് എനിക്ക് അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ സാധനങ്ങളൊക്കെ കിടുമായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് വീഡിയോ ആക്കിയാലെന്ന് വിചാരിച്ചു. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, സംഗതി വന്നിട്ടുണ്ട് സാധനം. ഞാനത് പൊട്ടിക്കുകയും ചെയ്തു. പക്ഷെ ഇത് അൺബോക്സിങ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഞാനത് കാണിച്ചു തരാം. സാധനത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയണമല്ലോ, അതുകൊണ്ട് ഞാനത് പൊട്ടിച്ചു നോക്കി. കുറേ സാധനങ്ങൾ ഇപ്പോൾ ചെറിയ ഒരു കവറാണെങ്കിൽ പോലും ഇതിനകത്ത് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നിട്ട് കാണാം കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, കാരണം സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് കുറേ ക്രാഫ്റ്റ് വർക്കിൻ്റെ സാധനങ്ങളാണ് ഞാൻ കൂടുതൽ വാങ്ങിച്ചേക്കുന്നത്. ഞാനൊരു ആർട്ട് ടീച്ചറാണ്. അപ്പം എനിക്ക് കുറേ സാധനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കമ്മലുകൾ, മാലകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ കുറേ സാധനങ്ങൾ വന്നപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഒരു പാക്കറ്റ് മുത്തുകളാണ്, നല്ല ക്വാളിറ്റിയുള്ള നല്ല പേള്. ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് വൺ. അപ്പോൾ അതിൻ്റെ സാധനമാണല്ലോ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ്. ഞാൻ ഈ ഒരു ടൂൾ മാത്രമേ പറഞ്ഞുള്ളൂ, കാരണം ക്വാളിറ്റി എന്താണെന്ന് അറിയണമല്ലോ, അതുകൊണ്ട്. പിന്നെ അടുത്ത വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കമ്മലിൻ്റെ ബാക്കിൽ വെക്കുന്ന ഇത് സാധനം. ഇതിൻ്റെ സിൽവറും ഉണ്ട്, ഗോൾഡൻ കളറും ഉണ്ട്. ഇതിൻ്റെയൊക്കെ വില ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിൽ കൂടി ഇങ്ങനെ എൻ്റെ വിലകളൊക്കെ ഇട്ട് കാണിക്കണം, നോക്കിക്കോണേ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അതിൻ്റെ ഹോൾ പോലത്തെ, നമ്മൾ ഇങ്ങനെ ഹോൾ പോലത്തെ സാധനമല്ലേ കുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ സിൽവറും ഉണ്ട്, ഗോൾഡൻ കളറും ഉണ്ട്. ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഗ്ലൂ പറഞ്ഞു, പക്ഷേ കിറ്റിയ ഗ്ലൂ ശരി. ഞാൻ വിചാരിച്ചു വലിയ ഗ്ലൂ ആയിരിക്കും വരുന്നത്, കുഞ്ഞി ഗ്ലൂ ആണ് 3 എണ്ണം വന്നേക്കുന്നത്. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലേ, ഞാൻ കൊടുത്തത് 3 ml-ൻ്റെയാണ്. ഞാൻ അറിഞ്ഞില്ല, അത് മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു ചെയിന്. ഈ ചെയിൻ നമുക്ക് മാല ഉണ്ടാക്കാം, കാരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഈ ഹുക്ക് വെച്ചിട്ട് സ്റ്റോൺസ് വെക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ക്ലിപ്പുകൾ. നമുക്ക് ഇതാണെങ്കിൽ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് ഫ്ലവേഴ്സ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് പേപ്പറൊക്കെ ഉണ്ടല്ലോ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ എടുത്ത് ആദ്യമേ. അപ്പോൾ അത് നമുക്ക് ഓരോന്ന് കട്ട് ചെയ്തിട്ട് നമുക്കത് മാറ്റാം. അത് ഇതേ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് ഹെയർ ബാൻഡൊക്കെ നമുക്ക് ഉണ്ടാക്കാം, ഹെയർ ക്ലിപ്പായിട്ടൊക്കെ ഉണ്ടാക്കാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾ പാച്ചാണേ. നമ്മുടെ പിമ്പിൾസ് വരുന്നതുകൊണ്ട് അധികം പഴുക്കാതെ, പിന്നെ നമുക്ക് പഴുക്കാതെ ചെറുതായിട്ട് പഴുത്ത് വരുമ്പോഴേ നമുക്കിത് എൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാമെങ്കിൽ നമുക്ക് എന്താ പറയുക, പ്രശ്നങ്ങളൊന്നുമില്ല. അതില്ലാതെ നൈസായിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് പിമ്പിൾ പാച്ച് വാങ്ങിച്ചു. പിന്നെ വീണ്ടും ക്ലിപ്പുകളാണ് കേട്ടോ. ഇത് വേറൊരു സൈസിലെ ക്ലിപ്പാണ്, അത് വേറൊരു ടൈപ്പ്. അതിൻ്റെ കണ്ട ഈ ടൈപ്പിലെ ക്ലിപ്പ്. ഇതൊക്കെ കുറേ ബൾക്കായിട്ട് നമ്മളിങ്ങനെ വാങ്ങിക്കും. വലിയ വില ഒന്നുമില്ല, എല്ലാം 6 രൂപ 7 ദിർഹംസ് അത്രയ്ക്കേ ഉള്ളൂ.
പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ചെറിയ ബീഡ്സ്. ഞാൻ വിചാരിച്ചു ഒരുപാട് ബീഡ്സ് കിട്ടുമായിരിക്കുന്നു, പക്ഷേ ഇതും ചെറുതാണ്. ഞാൻ പറഞ്ഞില്ലയോ നമുക്ക് പറ്റിന് നടക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വളരെ ചെറിയ സാധനങ്ങളാണ് വാങ്ങിച്ചത്. പിന്നെ അതിനകത്ത് നമ്മൾ വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് സാധനം സെലക്ട് ചെയ്ത് വെക്കുമ്പോഴും ചില ബിൽ പേയ്മെൻറ്റ് ചെയ്ത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ കിടക്കുന്നത് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ടെൻഷൻ ആവുന്നേമേ, അപ്പോൾ നമ്മുടെ പൈസ ചീത്തായിപ്പോയോ. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളുടെ എല്ലാം നല്ല സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ ടെൻഷനായിരുന്നു. പക്ഷേ സാധനങ്ങൾ വന്നപ്പം വന്നിട്ടുണ്ട് കേട്ടോ, സാധനം വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് അതുപോലെ തന്നെ വേറെ ക്ലിപ്പുകളാണ്. ഇതൊക്കെ ഞാൻ ഓരോ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് വളരെ ചെറിയ ടൈപ്പ് നമ്മൾ ഈ ഭാഗത്തൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ടൈപ്പിലെ ക്ലിപ്പുകൾ. ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാൻ. ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ്, അങ്ങനെ കുറേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെന്ന് വെച്ചാൽ ഇത് ഡെക്കറേഷൻ ഞാൻ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഞാനിങ്ങനെ വാങ്ങിച്ചു എന്നേ ഉള്ളേ. അതുണ്ടോ ഈ സാധനം കൊണ്ട് നമുക്ക് വളയുണ്ടാക്കാം, റാപ്പ് ഇതുപോലെ. നമുക്കിപ്പോൾ പഴയ ബാംഗിൾസ് ഉണ്ടെങ്കിൽ 3 4 അല്ലെങ്കിൽ 2 വെച്ചിട്ടൊക്കെ നമ്മൾ ഒന്നിച്ച് ഗ്ലൂവിൽ ഒട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലൊരു ഇതായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാനിങ്ങനെ തിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ചെയ്യണം. അപ്പോൾ അതിൽ തന്നെ ഇരിക്കട്ടെ അല്ലേ, നോക്കിട്ടിരിക്കട്ടെ. അപ്പോൾ അടുത്തത് പറഞ്ഞാൽ വീണ്ടും ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇത് കമ്മലിൻ്റെ ബാക്കിലിടുന്ന നമ്മുടെ ഇത് സ്റ്റിക്ക് ചെയ്ത സാധനം. സ്റ്റിക്കിങ് അല്ലല്ലോ എന്താ പറയുന്ന ഹുക്ക്, ബാക്കിലത്തെ ഹുക്ക്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ വലുതാണ് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്തു ചെറുത് വന്നിട്ട് നോക്കാം. ഈ സാധനം കൊണ്ട് നമുക്ക് പണിയുണ്ട് കേട്ടോ. ഇത് വെച്ച് നമുക്ക് കമ്മലുണ്ടാക്കാം, മാല ഉണ്ടാക്കാം. ഒരു സ്റ്റിക്കിങ് ടൈപ്പാണ് കേട്ടോ. ഇതിങ്ങനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചിടാം. കുറച്ച് ദിവസം കൊണ്ടാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇത് റിവ്യൂ ചെയ്യണം. സാധനങ്ങളൊക്കെ സംഗതിയൊക്കെ കൊള്ളാം കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. എനിക്ക് ഇതുവരെ വന്നിട്ട് ഒരു സാധനം മോശമായിട്ട് തോന്നിയിട്ടില്ല. കണ്ടോ ഇത് സ്റ്റോൺസ് ആണ് കണ്ടോ. ഇപ്പം ഞാൻ പറയട്ടെ, ഇത് ഇച്ചിരി പണിയുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനത്തെ ക്ലിപ്പിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു ഹെയർ ക്ലിപ്പ് റെഡിയായി. കണ്ടോ, ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ വെച്ച് ചെയ്യാം. കണ്ടോ, ഇതാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ബാക്ക് വശത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, കട്ട് ചെയ്ത് ക്ലിപ്പ് ഉണ്ടാക്കാം. പിന്നെ അടുത്ത ഇത് കണ്ട, ഇത് ഞാൻ ഇതിൻ്റെ വലുത് പറയണമെന്ന് വിചാരിച്ചു. എല്ലാം ഇങ്ങനെ കേട്ടോ, എല്ലാം ചെറിയ ഐറ്റംസ് വരുത്തി നോക്കുക എന്നുള്ളതാണ് എൻ്റെ. ഇത് എന്താ പറയുക, ശംഖിൻ്റെ കൂട്ടത്തെ സാധനം. ഇത് വെച്ച് നമുക്ക് കമ്മലുണ്ടാക്കാം, അതിനു വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഹെയർ ക്ലിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇത് പിന്നെ വാങ്ങിച്ചത് നമ്മൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണുള്ളൂ. നമുക്ക് കമ്മൽ മാലയായിട്ടൊക്കെ ഉപയോഗിക്കും. കമ്മൽ മാലയുമാണിത്. ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പ്, ഹെയർ കമ്മൽ ഇങ്ങനെ ഇടാം. അതിൻ്റെ തന്നെ കമ്മലും മാലയും കൊണ്ടിട്ട് അതിനകത്ത് ക്യൂട്ടായിട്ടുള്ള പിന്നെ ചെറിയ ഒരു മാല. എന്താ മാല ഉണ്ട്. ഇത്രയും ഒരു ചെറുതിനകത്താണെങ്കിൽ എന്തുമാത്രം സാധനങ്ങൾ ഞാൻ എടുത്തല്ലേ. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുത്, ഇത് കമ്മലുണ്ടാക്കുന്ന സാധനം തരാം കേട്ടോ. കമ്മലുണ്ടാക്കുന്നത് അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ചാൽ വീണ്ടും വന്നിരിക്കുന്നത് തന്നെ ഹുക്ക്, കമ്മലിൻ്റെ ഹുക്ക് ടൈപ്പിലെടുത്തില്ലേ. അതാ ഹുക്ക് ടൈപ്പ്. സത്യത്തിൽ ഇതിൻ്റെ ഗോൾഡൻ കളറും യെസ് ഗോൾഡൻ കളറും ഉണ്ട് കണ്ടോ.
അതിന് ഗോൾഡനും റിങ് തൂക്കാനുള്ള സാധനങ്ങൾ, ബാക്കിലുള്ള ഹുക്ക് എല്ലാം ഉണ്ട്. കണ്ട ഈ സാധനം കണ്ട, ഇതെന്ന് പറഞ്ഞാൽ ഇതും ഞാൻ കാണിച്ചില്ലേ, ആദ്യം കാണിച്ചില്ലേ മാല, ഇതാ ഈ ഇത്രയുള്ള മാല. ഈ മാലയ്ക്കകത്ത് നമുക്ക് ഇങ്ങനെ തൂക്കിയിടാം മാല. അതുപോലെ ഞാൻ ഒരു മാല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അത് ഇതിനകത്ത് എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ. ഇങ്ങനത്തെ നമുക്കിവിടെ ഹോളുണ്ട്, ഇതിൽ കൂടെ നമുക്ക് ഈ റിങ് ടൈപ്പിൽ സാധനം ഇട്ടിട്ട് നമുക്ക് ഈ മാലയിൽ കൂടി ഇങ്ങനെ തൂക്കിയിടാം, അങ്ങനത്തെ ടൈപ്പ്. പിന്നെ വാങ്ങിച്ചേക്കുന്നത് ഇച്ചിരി വലിപ്പമുള്ള ഹോളായിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചേക്കുന്നത്. ഇത് ഞാൻ സംഗതി അത്ര ഓർത്തിട്ടില്ല, സംഗതി വാങ്ങിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ ഫുള്ള് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിച്ചില്ല, നോക്കിയിട്ട് പറയാം. പിന്നെ അടുത്തത് വേറൊരു പാക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടി മാറ്റി വെച്ച കുറച്ച് സാധനങ്ങൾ, കുറേ സ്റ്റിക്കേഴ്സാണ് വാങ്ങിച്ചതാണ്. സ്റ്റിക്കേഴ്സ് അല്ല, ഇങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സ്, സ്റ്റാർസിൻ്റെ സ്റ്റിക്കേഴ്സ് എന്താണെന്ന് ഓർക്കുന്നില്ല ഞാൻ. പക്ഷേ ഇതൊക്കെ 1 2 3 4 സാധനമുണ്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ വരുന്ന ഇത് സ്റ്റാർസിൻ്റെത്, അതിലൊരു 3 4 എണ്ണം ഉണ്ട് കേട്ടോ. കണ്ടോ ഈ ടൈപ്പ്. ഇതൊക്കെ ഞാൻ പൊട്ടിക്കേണ്ടി വന്നു, എനിക്ക് ചില സംഗതികൾ ഉണ്ടാക്കണമായിരുന്നു, അതുകൊണ്ട്. ഇത് സ്റ്റാറിൻ്റെ ടൈപ്പ് ബട്ടർഫ്ലൈസ്, ഇതെല്ലാം ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നേ ഉള്ളൂ. കണ്ടോ? യെസ്. ഇത് എൻ്റെ ഇത് ബേർഡ്സിൻ്റെ ഒരു കമ്മൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇത് വെച്ചിട്ടാണ്. കണ്ടോ? ഇതാണെന്ന് വെച്ചാൽ ബേർഡാണ്, ബേർഡ്സ്, സ്റ്റിക്കർ ബേർഡ്സ്. ഈ സ്റ്റിക്കർ ബേർഡ്സ് കൊണ്ട് തന്നെ നമുക്ക് കമ്മലൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. കണ്ടോ? ഇനി ഉണ്ടേ, ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ എടുത്തിരുന്നതാണ്, ചെയ്ത് വെച്ചിരുന്നതാണ്, ഇത് ചെയ്തതാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തൊരു മാല കണ്ടോ. ഈ സാധനം നമ്മൾ തെമോന്ന് വാങ്ങിച്ചാണ്, ഈ മാല അവിടുന്ന് വാങ്ങിച്ചാണ്. കണ്ടോ, നമ്മൾ ഇതുപോലെ ഞാൻ കാണിച്ചില്ലേ, ഇതുപോലെ നമുക്കിത് തൂക്കി ഉണ്ടാക്കാം. ഇത് ഒരെണ്ണം ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കമ്മലുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത് വാങ്ങിക്കാൻ. കണ്ടോ, ഇതുപോലത്തെ കമ്മലുകൾ. ഇപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് കൊള്ളാൻ കാണാൻ, പക്ഷേ ഇതിനെ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് നമുക്കിനി വേണമെങ്കിൽ മറ്റേ വെച്ചില്ലേ സ്റ്റോൺസ് ടൈപ്പിൽ സ്റ്റിക്കേഴ്സ് വെക്കാം, അതുപോലെ ബീഡ്സ് വെക്കാം, ഹാഫ് ബീഡ്സ് കിട്ടും, ഹാഫ് ബീഡ്സ് വെക്കാം, അങ്ങനെ വെക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ച 1 2 കമ്മലുകളോട് കാണിച്ചു തരാവേ. ഇതൊക്കെ ബീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കണ്ടോ, ഈ ബീഡ്സ്, ഇങ്ങനത്തെ ബീഡ്സ് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനത്തെ റിങ് വാങ്ങിക്കുക, ഇങ്ങനെ കിട്ടുക റിങ് കിട്ടുക. കണ്ടോ, ഇങ്ങനത്തെ റിങ് കിട്ടുക. കണ്ടോ, ഇതിനകത്ത് റിങ് വാങ്ങിക്കാൻ കിട്ടും. അതിനോട് ഈ സാധനം വാങ്ങിച്ച് നമ്മൾ ഇന്നത്തെ ഓൾറെഡി ഇതിനകത്തോട് ഇട്ട് കൊടുത്താൽ മാത്രമേ അത് ഒരു കമ്മലാവും. കണ്ടോ, ഞാൻ ഇത് ഉണ്ടാക്കി ഒരു ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, കുറേ ഇങ്ങനത്തെ കമ്മലുകളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ കമ്മലുകൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാനും കൂടാണേ. കണ്ടോ, ഈ ടൈപ്പിലത്തെ കമ്മലുകൾ. അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഞാൻ പറഞ്ഞു ഞാനൊരു ആർട്ടിസ്റ്റാണ്, അപ്പോൾ ഞാൻ കുറേ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റിക്കേഴ്സിൻ്റെ കൊടുത്ത് ഇത് മുഖത്തൊക്കെ ഓരോന്നും ചെയ്യാം. ഒന്നുമില്ല, ജസ്റ്റ് മാലകൾ, കമ്മൽ, ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാം. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ പെഡിക്യൂറിൻ്റെ സെറ്റാണ് കേട്ടോ, നെയിൽ കട്ട് പെഡിക്യൂർ സെറ്റ് കേട്ടോ. ഇതെല്ലാം ഉണ്ട്. ഒരു ആപ്പിളിൻ്റെ ഷേപ്പ്, ആപ്പിളാണ്. ഇത് കൊള്ളാം. പിന്നെ സ്റ്റിക്കേഴ്സാണ് കൂടുതൽ ഞാൻ വാങ്ങിച്ചേക്കുന്നല്ലോ, സ്റ്റിക്കേഴ്സ് തന്നെ. ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് സംഗതി എന്തോന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ടൂൾസാണ് പറഞ്ഞിരിക്കുന്നത്, ബ്യൂട്ടി ടൂൾസാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ
ലൈറ്റ് കിട്ടുമായിരുന്നു. ലൈറ്റ് കത്തി. എന്താ സംഭവം എന്നൊക്കെ മനസ്സിലായിട്ടില്ല. പക്ഷേ ലൈറ്റ് കത്തുന്ന സാധനം കണ്ടപ്പോൾ വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചു ഇതുപോലത്തെ സാധനം. ഇത് നമുക്ക് ആർട്ടിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സാധനങ്ങളാണ്. എല്ലാവർക്കും ചായപ്പഴം. ഗൂഗിൾ ഐസ്. നമുക്കിതെല്ലാം തിരിച്ചു വെക്കാം. അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ ഇതുപോലെ ഓർഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തെമു സൈറ്റ് എടുക്കുക. തെമു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക. അത് നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ എനിക്കിതുവരെ ഒരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്, കുറേ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം എനിക്കിത് മോശമായിട്ട് ക്വാളിറ്റി കുറഞ്ഞായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വിലക്കുറവുള്ളത് കൊണ്ട് നമുക്കൊരു ക്വാളിറ്റിയിൽ ഒരു ടെൻഷൻ ഉണ്ടാകും, ഇത് ക്വാളിറ്റി നല്ലതായിരിക്കുമോ എന്നൊന്ന്. പക്ഷേ ഞാൻ വളരെ കുറഞ്ഞ സാധനം ആദ്യം വാങ്ങിച്ച് നോക്കിയിട്ടാണ് ഞാൻ ഇച്ചിരിയേറെ സാധനങ്ങൾ പിന്നെ പറഞ്ഞത്. പക്ഷേ എല്ലാം വളരെ നല്ല, പക്ഷേ ആമസോണിൽ നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഭയങ്കര മുടിഞ്ഞ വില, നമ്മളെ കൊണ്ട് പറ്റാൻ പറ്റത്തില്ല, നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല എമൗണ്ടാണ് അതിനകത്തുള്ളത്. പക്ഷേ ഈ ഐറ്റംസിലൊക്കെ നമുക്ക് വളരെ ലാഭമായിട്ട് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഈ തെമു TEMU തെമു എന്നുള്ള ആപ്പ് കിടും, സൂപ്പർ. അപ്പോൾ എൻ്റെ ഒരു വർക്ക് ഏരിയ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. സാധനങ്ങളെല്ലാം വീണ്ടും ഇതുപോലെ സ്ഥലത്ത് തിരിച്ചെത്തി വെക്കട്ടെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇതുപോലെ സൈറ്റുകൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഷോപ്പിംഗ് സെൻ്റർ എന്ന് വെച്ചാൽ കുറേ സാധനങ്ങളുണ്ട്. നമ്മളുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ, ക്രാഫ്റ്റ് ഐറ്റംസുകൾ, അതുപോലെ നമുക്ക് എന്തൊക്കെ വേണ്ട അതിനകത്ത് നമ്മൾ അടിച്ചു കൊടുത്താൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അതിലിരിക്കുന്നതായിരിക്കും. കർട്ടൻസ്, സോഫ സെറ്റ്. ഞാൻ പക്ഷേ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്തിരിക്കുന്നതും വാങ്ങിച്ചേക്കുന്നതായ സാധനങ്ങൾ എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് വർക്കുകളാണ്. അപ്പം നമ്മളതിനകത്ത് നമ്മളുടെ അക്കൗണ്ട്സ് ഇത് കാർഡിൻ്റെ നമ്പർ കഴിച്ചു കൊടുത്താൽ എനിക്കിതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഇത് സാധനം അടിപൊളി. നിങ്ങൾ വാങ്ങിക്കുക. വീണ്ടും കുറച്ച് സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേണ്ട ഇതുപോലത്തെ സ്റ്റോൺസ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വേറെ ഒന്നാ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ കണ്ടോ, ഇതുപോലെ ബിറ്റ്സ്. ഇത് നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റിക്കേഴ്സ് കണ്ടപ്പോൾ വളരെ ചീപ്പ് റേറ്റ് കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. അതുപോലെ സ്റ്റാർസ്, ഗൂഗിൾ ഐസ്, റാബിറ്റ്, വേണ്ട വാലിൻ്റെ. ഇത് വെച്ച് നമുക്ക് കമ്മലൊക്കെ ഉണ്ടാക്കാം. ഹെയർ ബാൻഡ് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അങ്ങനത്തെ സാധനങ്ങൾ കുറേ ക്രാഫ്റ്റ് വർക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് വെച്ച് ഞാൻ ഒരു കമ്മലുണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് വെച്ചിട്ട് ഇതൊരു ഇതാണ് ചാക്ക് വറുത്ത്, നമ്മുടെ നാട്ടിലെ ചാക്ക് പോലെ പറഞ്ഞ സാധനമാണ്. ഉണ്ടോ, ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ടായിരുന്നു. 1-2 കളേഴ്സ് ഉണ്ടായിരുന്നു. ഉണ്ടാവും, വേറെ ഒരു കളർ ഉണ്ടായിരുന്നു. എന്ത് ചെയ്ത് നോക്കണം. ഈ സാധനങ്ങൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതാണെങ്കിൽ മറ്റേ സ്പോഞ്ച് ടൈപ്പിലെ ബോൾസ് ആണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു സംഗതി. സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറന്ന് വാങ്ങിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെയാണ് എൻ്റെ ഏറ്റവും ഒരു ഭാഷ എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ട് ഇനിയും ആരും എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം അവർക്കുള്ള പണി നമ്മൾ കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയത്. അപ്പം ഞാൻ പറയാൻ വന്നത് വെച്ച് കഴിഞ്ഞാൽ തെമുവിലെ ഇത് സാധനങ്ങളെല്ലാം കിടുവാണ്, സൂപ്പറാണ്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല ജെന്യൂൻ ആയിട്ടുള്ളൊരു സൈറ്റാണ്. നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. വളരെ വിലക്കുറവില്ല. നമ്മൾ അഫോർഡബിൾ റേറ്റിലാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. 2 രൂപ 3 രൂപ 4 തരംസ് എന്ന വലിയ വില ഉള്ളതുകൊണ്ട് വളരെ എന്താ വെച്ചാൽ വില കുറഞ്ഞായതുകൊണ്ട് ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. സൂപ്പർ സംഗതി സാധനങ്ങളാണ്. പിന്നെ നമ്മൾ പറയുന്നതനുസരിച്ച് കൗണ്ട് കുറയുന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 തരംസിന് മുത്തുവെള്ളം പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവർ 100 പീസ് അല്ലെങ്കിൽ 12 പീസ് അല്ലെങ്കിൽ 20 പീസ് എന്നൊക്കെ പറയുമ്പം ഞാൻ വിചാരിച്ചു പാക്കറ്റ് ഫുള്ളായിട്ട് കാണും. അങ്ങനെ ഒരു സംതിങ് എനിക്ക് പറ്റി. പിന്നെ അതുപോലെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്ലൂ
ഇത് ഉണ്ടാക്കുന്ന ഇയറിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ഗ്ലൂ ഇച്ചിരി മോശമായിട്ട് വന്നു. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എമൗണ്ട് ഞാൻ വിചാരിച്ചതല്ല സംഗതി വന്നത്. ഞാൻ വെച്ച് വലിയ ക്യൂബായിരിക്കും, ചെറിയ ട്യൂബാണ് വന്നത്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പ്രശ്നം തന്നെ ആയിരിക്കും. നമ്മൾ തന്നെ അവർ പറയുന്നുണ്ട്, നമ്മൾ എടുക്കുമ്പോഴേ അവർ പറയുന്നുണ്ട് ഇത്ര നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതി വെച്ച് നമ്മൾ വിലക്കുറവ് നോക്കുമ്പോഴാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബുദ്ധിമുട്ട് വന്നതല്ലാണ്ട് അല്ലാതെ എനിക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. എനിക്ക് കിട്ടുവാണ്, സൂപ്പർ സാധനമാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നിങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പം എല്ലാവർക്കും ബൈ.